നാളെ പുന്നമടയിൽ ജലോത്സവം. ഓളപ്പരപ്പിലെ ജലരാജാവിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ പുന്നമട. ആരാകും ഈ കൊല്ലത്തെ ജലരാജാവ്? ആരാധകർക്കിടയിൽ ആവേശം പകർന്ന് നാളെ ജലോത്സവത്തിന് തിരിച്ചിൽ ഉയരും. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പുതിയ അവകാശം ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ ഉയരുകയാണ്. പുന്നമടയിലേക്ക്. തുഴയും വള്ളവും വെള്ളവും തമ്മിലുള്ള ആവേശപ്പോരിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തുടർച്ചയായ 6ാം കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തിയും മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കിരീടം തിരികെ പിടിക്കാൻ വില്ലേജ് ബോട്ട് ക്ലബ്ബും, പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ കിരീടം തിരികെ പിടിക്കാൻ മറ്റു ക്ലബ്ബുകളും തുഴയെറിയുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾക്ക് തീ പിടിക്കുമെന്നുറപ്പാണ്. വള്ളപ്പുരയിൽ നിന്നും കായലിലേക്ക് വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്ന ആവേശം നാളെ ജലരാജാവ് നെഹ്റു ട്രോഫി ഉയർത്തും വരെ തുടരും. വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുന്ന പുന്നമടയിൽ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 71ാമത് നെഹ്റു ട്രോഫിയുടെ ആവേശം ആരാധകർക്കിടയിലും ആവേശപൂർവ്വം പടർന്നു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലാകെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും കായലിലെ പോരിന് അതൊന്നും തടസ്സമാകില്ല എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കൈക്കരുത്തും മെയ്ക്കരുത്തും ഒരുപോലെ ഒരുമിക്കുന്ന നെഹ്റു ട്രോഫിയിൽ പുന്നമടയുടെ പുതിയ രാജാവാരെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. 24 ആലപ്പുഴ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്ന പോലെ നാളെ ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാറും അവിടെ എത്തും. നാളെ രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ തത്സമയ പരിപാടി തുടങ്ങും. ഈ ജലോത്സവം വലിയൊരു അനുഭവമാക്കാൻ, അതിൻ്റെ ചൂടും ചൂരും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ 24 എല്ലാവിധമായ ഒരുക്കങ്ങളും എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം ഈ ജലോത്സവത്തിൻ്റെ മാസ്മരികമായ ഊർജ്ജവും ആവേശവും എല്ലാം അനുഭവിച്ചറിഞ്ഞത് 24ലൂടെയായിരുന്നു. ഇത്തവണയും ആ ചരിത്രം മാറുന്നില്ല. നാളെ മുതൽ പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ച് നാളെ രാവിലെ 6 മണി മുതൽ തത്സമയം ചാനലിൽ 24ൽ ഈ പരിപാടി കാണിക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗമുണ്ട്. പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഔപചാരികമായി വള്ളംകളി, നെഹ്റു ട്രോഫി ജലോത്സവം ആരംഭിക്കും. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ തിരശ്ശീല നാളെ ഉയരും. ജലോത്സവത്തിൽ പുന്നമടക്കായലിലെ ആവേശത്തിൻ്റെ തിരകളിളക്കിയായിരിക്കും ഞങ്ങൾ പുന്നമടയിൽ എത്തുക. ഈ പരിപാടി കഴിഞ്ഞാലുടൻ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. പിന്നൊരു കെട്ട് നമ്മൾ തലക്കെട്ട്.